ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഡാറ്റാബേസിനെ കുറിച്ചാണ്. ഈ ഡാറ്റാബേസ് എന്താണ് എന്നെല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ഡാറ്റ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെ സെൻസസ് എടുക്കുകയാണ്, ആളുകളെ ഇൻഫർമേഷൻ എടുക്കുകയാണ്. ആളുകളെ എണ്ണം മാത്രമല്ല, ആളുകളെ കുറിച്ചുള്ള ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് പഞ്ചായത്തിൻ്റെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഏതൊക്കെ പഞ്ചായത്തിൻ്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മൾ ആ ഡാറ്റ അത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പിന്നെ ഓരോ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഒരു വേങ്ങര, ഇനിയിപ്പം ധർമ്മശാല, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പഞ്ചായത്തിൻ്റെ ലിസ്റ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കി അല്ലേ. ഇനി ഓരോ പഞ്ചായത്തിനും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും അല്ലേ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പഞ്ചായത്തിന്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ തന്നെ പഞ്ചായത്തിന്റെ നെയിം ഉണ്ട്. അതാണ് അപ്പോൾ ഈ വേങ്ങര അല്ലെങ്കിൽ ധർമ്മശാല എന്നെല്ലാം പറയുന്നത് ഡിഫറെൻറ്റ് പഞ്ചായത്തിന്റെ നെയിമുകളാണ്. അതല്ലാണ്ട് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണും. പ്രസിഡന്റ് നെയിം ഉണ്ടാവും. അതേപോലെ ഇപ്പോൾ ഒരു അനിൽ, അർജുൻ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പേര് നമ്മൾ കൊടുക്കും പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇനി ഓക്കെ, ഒരു പഞ്ചായത്തിന്റെ ഉള്ളിലുള്ള നമുക്കൊരു ഒരു പഞ്ചായത്തിൽ ഒരുപാട് വാർഡ്സ് ഉണ്ടാവും അല്ലേ. പഞ്ചായത്ത് വാർഡ്സിന്റെ ലിസ്റ്റ് ഇവിടെയും അതേപോലെ വാർഡ് നമ്പർ ഉണ്ടാവും അല്ലേ. പിന്നെ എന്തൊക്കെ ഉണ്ടാവുക? വാർഡിന്റെ ഒരു പേരുണ്ടാവും, പിന്നെ വാർഡ് മെമ്പർ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ വാർഡ് 1 ഒരു ABC, വാർഡ് മെമ്പറെ പേര് കൊടുത്തു. അങ്ങനെ കുറേ വാർഡ് 2 BCD, അങ്ങനെ നമ്മൾ കുറേ വാർഡിൻ്റെ ഇൻഫർമേഷൻസ് കൊടുത്തു. പിന്നെ ഓരോ വാർഡിലും ഒരുപാട് വീടുകൾ ഉണ്ടാവും അല്ലേ. നമുക്ക് ഹൗസസ് എന്ന് പറയുന്ന ഒരു ഡാറ്റ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ വാർഡിന്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇത് ഏത് പഞ്ചായത്തിന്റെ കീഴിലാണ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ വേണം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ വാർഡ് മെമ്പറായിട്ട് XYZ എന്ന് കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് ഈ വാർഡ് ഏത് പഞ്ചായത്തിലാണെന്നുള്ളത് അറിയണം. അപ്പോൾ ഇതിൽ നമുക്ക് പഞ്ചായത്തിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കണം. ഇവിടെ നമുക്ക് ഒന്നുകിൽ പഞ്ചായത്തിന്റെ നെയിം കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ പഞ്ചായത്തിന്റെ ഇൻഫർമേഷൻസ് കൊടുത്തു. ഇനി ഹൗസസ് എടുക്കുന്ന സമയത്ത് ഈ ഹൗസ് ഏത് വാർഡിലാണെന്നുള്ളത് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ ഹൗസസിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് വീണ്ടും ഇവിടെ ഹൗസിന്റെ ഇൻഫർമേഷൻ ഉണ്ടാവും. പിന്നെ ഹൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഉണ്ടാവും, വീട്ടിലുള്ള ഓരോ അംഗങ്ങൾ. അപ്പോൾ അവർ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡാറ്റ, സെൻസസിന്റെ ഡാറ്റ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം. എന്നിട്ട് അതിന് സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റോറും ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്കിവിടെ കുറേ ഹൗസസിന് ഇൻഫർമേഷൻ ഉണ്ട്, കുറേ മെമ്പേഴ്സിന് ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് പിന്നെ ഇപ്പം വേങ്ങര പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ധർമ്മശാല പഞ്ചായത്തിലുള്ള ഇന്ന വാർഡിലുള്ള ആളെ ഇൻഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ടാവും ഇതിൽ ഈ ഡാറ്റ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് വളരെ കുറഞ്ഞ ഡാറ്റയുള്ളൂ, ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഡാറ്റ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ ആ ഡാറ്റ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ട് പാഡ് പോലത്തെ ഒരു സോഫ്റ്റ്വെയറിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ളത് അല്ല. ഞാൻ ഇതിന് പകരം ഈ നോട്ട് പാഡിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, എക്സൽ ഉപയോഗിക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഈ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ
ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കിത് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എക്സലിൽ നമുക്ക് ഇവിടെ ഏറ്റവും താഴെ ഷീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലുള്ള സ്പ്രെഡ്ഷീറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ് രണ്ടിലുള്ളത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന ഇതേ സംഭവം തന്നെ പഞ്ചായത്തിന് ഞാനൊരു പഞ്ചായത്ത് നമ്പർ എന്ന് പറയുന്ന ഒരു കോളം കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നെയിം, പിന്നെ പ്രസിഡന്റ് ആരാണുള്ളത്, അതുപോലെ പ്രസിഡന്റിന്റെ കോണ്ടാക്ട് നമ്പർ. ഓക്കെ, ഇത്ര ഇൻഫർമേഷൻസ് ഞാൻ കൊടുത്തു. അപ്പോൾ ഇതിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ കോളായിട്ട് കൺസിഡർ ചെയ്യാം. ഈ മേലെ കൊടുത്തുള്ളത് ഇതിന്റെ കോളംസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, പഞ്ചായത്ത് നമ്പർ 1, അപ്പം ധർമ്മശാല എന്നുണ്ടെങ്കിൽ, പിന്നെ പ്രസിഡന്റിന്റെ പേര്, പ്രസിഡന്റിന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തു, അതേപോലെ പഞ്ചായത്ത് 2, അതുപോലെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. ഇതേപോലെ ഇൻഫർമേഷൻസ് ഞാൻ കീപ്പ് ചെയ്തു. ഇത് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഓരോരോ ടൈപ്പ് ഓഫ് ഡാറ്റ, ഇവിടെ പഞ്ചായത്തിന്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ആ ഡാറ്റ കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊരു എക്സലിൽ ഒരു സെപ്പറേറ്റ് ഷീറ്റ് ആക്കിയിട്ട് തന്നെ കൺസിഡർ ചെയ്തു. ഇനി ഞാൻ നമുക്ക് വേണ്ടത് വാർഡ്സിന്റെ ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ ഇതിന്റെ പേര് ഞാൻ ഇവിടെ വാർഡ്സ് എന്നാക്കി കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് വാർഡ് നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മെമ്പർ നെയിം, വാർഡ് മെമ്പർ ആരാണെന്നുള്ളത്, അവരെ കോണ്ടാക്ട് നമ്പർ. ഇത് ഞാൻ വാർഡ് നമ്പർ 1 കൊടുത്തു. നെയിം എന്നതിൽ വാർഡിന്റെ നെയിം ഞാൻ ഒരു, പിന്നെ വാർഡ് മെമ്പർ പേര് കൊടുത്തു, പിന്നെ ഒരു കോണ്ടാക്ട് നമ്പർ കൊടുത്തു. ഓക്കെ, ഇതേപോലെ ഞാൻ എല്ലാ വാർഡിന് ഇൻഫർമേഷനും ഇവിടെ കൊടുത്തു. പിന്നെ ഞാനിവിടെ പഞ്ചായത്തിന്റെ ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഞ്ചായത്തിന്റെ നെയിം ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന് ഓരോ പഞ്ചായത്തിന് ഞാൻ ഇവിടെ ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ ഒന്നെങ്കിൽ പഞ്ചായത്തിന് നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ പഞ്ചായത്തിന്റെ നെയിമും നമ്പറും കൊടുക്കുന്ന സമയത്ത് വരുന്ന ഡിഫറൻസ് ഞാൻ പറയാം. ഞാനിവിടെ പഞ്ചായത്ത് നെയിമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് നെയിമില് ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്പെല്ലിംഗ് എന്തെങ്കിലും മാറിപ്പോയി, അപ്പൊ ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ വന്നിട്ട് ആ പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ വാർഡ്സിലും പോയിട്ട് പഞ്ചായത്ത് നെയിം കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പഞ്ചായത്ത് നെയിം തന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് പകരം എനിക്ക് ആ പഞ്ചായത്തിന്റെ നമ്പർ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും, പഞ്ചായത്തിന്റെ ID കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നോട് വന്നിട്ട് പഞ്ചായത്തിന്റെ ID കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റും, ഇവിടെ ഈ 1 എന്ന് പറയുന്ന പഞ്ചായത്ത് നെയിം അല്ല, പഞ്ചായത്ത് നമ്പർ, പഞ്ചായത്ത് നമ്പർ 1 എന്ന് പറയുന്ന മൊത്തം വാർഡ്സിന്റെ ലിസ്റ്റ് എടുക്കാൻ എനിക്ക് വളരെ സിമ്പിൾ ആണ്. എനിക്ക് ഇവിടെ ഫിൽറ്ററിന്റെ ഇവിടെ വന്നിട്ട് ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഇതിൽ വന്നിട്ട് എനിക്ക് ഈ 1 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 വരുന്ന പഞ്ചായത്തിന്റെ ലിസ്റ്റ് മാത്രം എനിക്ക് ഇവിടെ കിട്ടും. ഞാനിവിടെ വാർഡ് നമ്പർ 2, പഞ്ചായത്ത് 2. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് പഞ്ചായത്ത് 1ന്റെ മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് 2ന്റെ മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ലിസ്റ്റിൽ നിന്ന് പഞ്ചായത്ത് 1ൻ്റെത് മാത്രം കിട്ടി, അല്ലെങ്കിൽ 2ൻ്റെ മാത്രം കിട്ടി. ഇപ്പം ഫിൽറ്റർ ചെയ്യാനും ഡാറ്റ എടുക്കാനും ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ. ഇങ്ങനെ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് എക്സൽ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും.
പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അത്ര ഈസി ആയിട്ട് നടക്കുമോ? ഇല്ല. ഇനി നമുക്ക് ഇതേപോലെ ഹൗസസിന്റെ ഇൻഫർമേഷൻസ് ഞാൻ കൊടുക്കുകയാണ്. ഞാനൊരു ഹൗസസ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഉണ്ടാക്കി. ഇവിടെ നമുക്ക് ഹൗസ് നമ്പർ, നെയിം, അഡ്രസ്, കോണ്ടാക്ട് നമ്പർ, അതുപോലുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ ഹൗസ് ഏത് വാർഡിലാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഈ വാർഡ് നമ്പർ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഈ വാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു പിന്നെ ഹൗസ് നമ്പർ 1 നെയിമും അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു. എന്നിട്ട് ഈ വാർഡ് നമ്പർ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റെക്കോർഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫിൽറ്ററിങ് വളരെ ഈസിയാണ് അല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്യാൻ പറ്റും, എന്നിട്ട് ഈ വാർഡ് നമ്പർ 1ലുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ എക്സൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നോട്ട് പാഡിലെല്ലാം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ കുറച്ച് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എക്സലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് പാഡിനേക്കാളും ബെറ്റർ ആണ്. പക്ഷേ ഇവിടെ പക്ഷെ നമുക്ക് ഡാറ്റ സ്ട്രക്ചേർഡ് ആണ്. ഓരോന്നിനും വേണ്ടി നമുക്ക് ഓരോരോ ഷീറ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഷീറ്റിലും നമുക്ക് ഫിൽറ്റർ ചെയ്യലും വളരെ എളുപ്പമാണ്. പക്ഷെ ഇതിൽ വരുന്ന വേറൊരു ചാലഞ്ച്, എനിക്ക് വേണ്ടത് ഹൗസസിന്റെ ഡാറ്റയിൽ നിന്ന് ഹൗസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വാർഡ് നമ്പറിൽ വന്നിട്ട് എനിക്ക് ഈ വാർഡിൽ ഉള്ള ഏതാണ് പഞ്ചായത്തിന്റെ അണ്ടറിലാണെന്നുള്ളത് അറിയാൻ പറ്റും. എന്നിട്ട് ഓരോ പഞ്ചായത്തിന്റെ ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഈ പിന്നെ ഹൗസിന്റെ ലിസ്റ്റിന്റെ കൂടെ തന്നെ ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരും ഫോൺ നമ്പറും കൂടെ വേണമെങ്കിലോ, അപ്പൊ നമുക്ക് ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്യണം അല്ലെ? ഈ ഹൗസ് വാർഡിനോട് കണക്ട് ചെയ്യണം, എന്നിട്ട് ഇവിടുന്ന് പഞ്ചായത്തിന്റെ നമ്പർ എടുക്കണം, അത് ഈ പഞ്ചായത്തിനോട് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഈ പഞ്ചായത്തിലും പ്രസിഡന്റിന്റെ പേരും കോൺടാക്ട് നമ്പറിലും എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഡാറ്റ കണക്ട് ചെയ്തിട്ട് എടുക്കേണ്ട സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നമുക്ക് എക്സലിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് എടുക്കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റ എല്ലായിടത്തും കോപ്പി പേസ്റ്റ് ചെയ്യണം. വാർഡിന്റെ സ്ഥലത്ത് ഞാൻ പഞ്ചായത്തിന്റെ ഇൻഫർമേഷൻസ് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഹൗസിന്റെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ വാർഡിന്റെ നമ്പറും വാർഡിന്റെ നെയിമും വാർഡ് മെമ്പറുടെ പേരും പഞ്ചായത്തിന്റെ നമ്പറും പഞ്ചായത്തിന്റെ നെയിമും പ്രസിഡന്റിന്റെ പേര് കോൺടാക്ട് നമ്പർ എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉള്ള ചാലഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ചെറിയ ഡാറ്റ എഡിറ്റ് ചെയ്യണമെങ്കിൽ എല്ലായിടത്തും പോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യണം അല്ല? ഇപ്പൊ പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ വന്നിട്ട് എല്ലായിടത്തും മാറ്റേണ്ടി വരും. ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ നമ്പർ മാത്രം കൊടുത്തത്. എല്ലാ ഡാറ്റയും ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം വാർഡ് നമ്പർ മാത്രം കൊടുത്തു. അങ്ങനെ വാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടും. എന്നിട്ട് ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് പിന്നെ പഞ്ചായത്തിൽ വന്നിട്ട് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് കണക്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ ഇതിപ്പോ നമ്മളൊരു ചെറിയ സെൻസെക്സിന്റെ ഡാറ്റക്കാണ് ഇത്രയേ ഉള്ളത്. ഇനിയും നമുക്ക് ഒരു ലെയറും കൂടെ ഒരു സ്റ്റേജും കൂടെ ബാക്കിയുണ്ട്, മെമ്പേഴ്സ് അല്ല? ഈ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ മെമ്പർ ഏത് വീട്ടിലെ ആളാണെന്നുള്ളതും ആ വീട് ഏത് വാർഡിലാണെന്നുള്ളതും ആ വാർഡ് ഏത് പഞ്ചായത്തിലാണെന്നുള്ളതെല്ലാം നമുക്ക് കണക്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി വരും അല്ല? അപ്പൊ ഈ ഒരു ചെറിയ സെൻസസിന്റെ ഡാറ്റക്ക് നമുക്ക് ഇത്രയും കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമുക്ക് ഒരു ഇ കൊമേഴ്സിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്കറിയാം ഇ കൊമേഴ്സിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റകൾ ഉണ്ടാവുക. നമ്മൾ ഒരു ആമസോണോ ഞാൻ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു ഇ കൊമേഴ്സിന്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറെ ഓഫേഴ്സ്, പിന്നെ ഗ്രോസറി, ഫാഷന്, അങ്ങനെ ഇലക്ട്രോണിക്സ്, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി കാണാൻ പറ്റും അല്ലേ? ഇപ്പൊ ഞാനിവിടെ ഫാഷൻ നോക്കി കഴിഞ്ഞാൽ അതിന്റെ അണ്ടറിൽ ഒരുപാട് സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ മെൻസ് ടീഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക്
കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കാറ്റഗറിയാണ്. അപ്പോൾ ഈ ടോപ്പ് വെയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിന്റെ ഉള്ളിൽ മെൻസ്, വുമൻസ് അങ്ങനെ കുറെ ഡാറ്റ കിടക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മെൻസ് ടീഷർട്സിലാണ്. അതേപോലെ ഡിസ്കൗണ്ട് ഡാറ്റ, സൈസ്, ബ്രാൻഡെല്ലാം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അല്ല, അതേപോലെ ഡിഫറെന്റ് കളർ, ഫിറ്റിംഗ്സ്, സ്ലീവ്, നെക്ക് ടൈപ്പ്, അങ്ങനെ ഒരുപാട് ഡാറ്റ. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ഇത് തമ്മിൽ കണക്റ്റഡും ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ടീഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടീഷർട്ടിൽ അതിന്റെ ബ്രാൻഡിന്റെ പേരുണ്ട്, ഏതാ കാറ്റഗറി എന്നുള്ളതുണ്ടാവും, പ്രൈസ് ഉണ്ടാവും, ഏതൊക്കെ സൈസിൽ ഇത് അവൈലബിൾ ആണെന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഇവിടെ നൈക്കി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പൊ ഈ ഡാറ്റ കാണുന്നതെല്ലാം നൈക്കിന്റെ പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റും നൈക്കി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമും തമ്മിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതേപോലെ ഞാൻ ഇവിടെ വന്നിട്ട് ഫിൽട്ടർ ചെയ്യാണ്, കളർ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാണ്. അപ്പൊ ഞാനിവിടെ ബ്ലാക്ക് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് മാത്രം വന്നു. അപ്പോൾ ഈ ബ്രാൻഡും കണക്റ്റഡ് ആണ്, അത് കൂടാണ്ട് കളറും കണക്റ്റഡ് ആണ്. ഇനിയിപ്പോ ഞാൻ നെക്ക് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പോളോ നെക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ പോളോ നെക്ക് ഉള്ളത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഡാറ്റയെല്ലാം ഇവിടെ കാണുന്ന ഡിഫറെന്റ് ഡാറ്റനോട് ലിങ്ക്ഡ് ആണ്. നമ്മൾ നേരത്തെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഡാറ്റ ഉണ്ട്. അതല്ലാണ്ട് പിന്നെ നമുക്ക് ബ്രാൻഡ് എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്, സൈസ് എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്, കളർ എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്, നെക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഡാറ്റ അവൈലബിൾ ആണ്. ഇതെല്ലാം ഈ പ്രോഡക്റ്റിനോട് ലിങ്ക്ഡും ആണ്, അല്ലെ? ഫിറ്റിംഗ്സ്, അങ്ങനെ ഒരുപാട് ഡാറ്റകൾ ഇതിനോട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇതല്ലാണ്ട് ഇത്രയും ഡാറ്റ, ഒരു പ്രോഡക്റ്റിന് തന്നെ ഇത്രയും ഡാറ്റ അവൈലബിൾ ആണ്. ഇതല്ലാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തു. ഈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കസ്റ്റമർ ആണ്, അല്ലേ? അപ്പൊ കസ്റ്റമർ എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്. പിന്നെ ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡർ എന്ന് പറയുന്ന ഡാറ്റ ഉണ്ടാവും, അല്ലേ? ഈ ഓർഡറിന്റെ ഉള്ളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും? ഈ ഓർഡർ ആരാ പ്ലേസ് ചെയ്തു എന്നുള്ളത് ഞാനാണല്ലോ പ്ലേസ്. അപ്പൊ എന്റെ കസ്റ്റമറിന്റെ നമ്പറോ അല്ലെങ്കിൽ കസ്റ്റമർ ഐഡിയോ എന്തെങ്കിലും അവർ ലിങ്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഓർഡർ പ്ലേസ് ചെയ്ത് ഞാനാന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഓർഡറിന്റെ ഉള്ളിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പം കാറ്റഗറി, ബ്രാൻഡ്, സൈസ്, കളർ, നെക്ക് ടൈപ്പ് അതെല്ലാം കൊടുത്തു. പിന്നെ നമുക്ക് പിന്നെ പ്രോഡക്റ്റ് ഉണ്ടാവും. ഈ പ്രോഡക്റ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡറിന്റെ ഉള്ളിൽ കുറെ പ്രോഡക്റ്റിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ഡാറ്റയാണ്. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് ഡാറ്റ വരാനുണ്ട്. ഓക്കെ. അപ്പം ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള അഡ്രസ്സുകൾ, ലൊക്കേഷൻസ്, ഓരോ കസ്റ്റമർക്കും അവരുടെ ഡിഫറെന്റ് അഡ്രസ്സുകൾ, പിൻകോഡുകൾ, ഒരുപാട് ഡാറ്റകൾ വരാനുണ്ട്. അപ്പോൾ ഈ സെൻസെക്സിന്റെ ഡാറ്റ ചെയ്തപ്പോഴേക്കും നമുക്ക് പിന്നെ അത് ഫിൽട്ടർ ചെയ്യലും കണക്ട് ചെയ്തിട്ട് ഡാറ്റ എടുക്കലും ഭയങ്കര കോംപ്ലക്സ് ആയി. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുന്ന സമയത്തോ എക്സ്ട്രീംലി കോംപ്ലക്സ് ആയിരിക്കും ആ സിനാരിയോ, അല്ലേ? അപ്പൊ ഇങ്ങനത്തെ കോംപ്ലക്സ് സിനാരിയോ വരുന്ന സമയത്ത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡാറ്റ ഉണ്ടാവും. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഡാറ്റ നമുക്ക് ഉണ്ടാവും. ഈ ഡാറ്റകളെല്ലാം ലക്ഷക്കണക്കിന് ഡാറ്റ ഉണ്ടാവും ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ അതിന്റെ റിവ്യൂസ് ഉണ്ടാവും. എത്ര റിവ്യൂസ് ഉണ്ടാവും ഒരു പ്രോഡക്റ്റിന്? ചിലപ്പോൾ ചിലതിന് 10,000 ലക്ഷക്കണക്കിന് റിവ്യൂസ് ഉണ്ടാവും. ഓരോ റിവ്യൂവിന്റെ അണ്ടറിലും അവർ മൾട്ടിപ്പിൾ ഇമേജുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഒരുപാട് ഡാറ്റ അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ ഡാറ്റ എല്ലാം നമുക്ക് ഇത്രയും ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ പ്രോപ്പർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇതുപോലത്തെ ഡാറ്റകൾ നമുക്ക് സെക്യൂർ ആയിട്ട്, സ്ട്രക്ചേർഡ് ആയിട്ട് സേവ് ചെയ്യാനും അതേപോലെ റിട്രീവ് ചെയ്യാനുള്ള പിന്നെ നമുക്ക് നോട്ട് പാഡിലാണെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിരിക്കും, എക്സലാണെങ്കിൽ ഇത്തിരി ബെറ്റർ ആയിരിക്കും. പക്ഷെ എന്നാലും കണക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. എക്സൽ ഭയങ്കര സ്ലോ ആയിരിക്കും. ഡാറ്റ ക്രാഷ് ആയിട്ട് ഡാറ്റ ലോസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ പർപ്പസിന് വേണ്ടി വരുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. ഡാറ്റാബേസസ് എന്നെല്ലാം പറയുന്നത് നമ്മൾ പിന്നെ ഇപ്പൊ ഒരു ഫോർ വീലർ കാർ എന്നെല്ലാം പറയുന്ന പോലെയാണ്. കാർ എന്നെല്ലാം പറയുന്നത് നമുക്കറിയാം, കാർ ഒരുപാട് കമ്പനീസ് ഇറക്കുന്നുണ്ട്, അല്ലേ? അതേപോലെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന് ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ വാട്ട് ഡാറ്റാബേസ് എന്നുള്ള ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ, database is an organized collection of structured information or data, typically stored electronically in a computer system.
ഓക്കെ. അപ്പോൾ നമുക്ക് ഡാറ്റ വേറെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരുപാട് ഡാറ്റ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പേരാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഡാറ്റാബേസസ് ഒരുപാട് കമ്പനീസ് ഡാറ്റാബേസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഓറാക്കിൾ. ഓറാക്കിൾ നിങ്ങൾ അല്പം കേട്ടിട്ടുണ്ടാവും. ഓറാക്കിൾ, അതേപോലെ മൈക്രോസോഫ്റ്റ് എന്തായാലും കമ്പനിയുടെ പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എക്സലും പവർ പോയിന്റും വിൻഡോസിലും ഇറക്കുന്ന അതേ കമ്പനിയാണ് അവർക്ക് ഡാറ്റാബേസ് അവർ ഇറക്കുന്നുണ്ട്. ഓക്കെ. അതല്ലാണ്ട് വേറെയും കുറെ പിന്നെ ഡാറ്റാബേസ് ഇറക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ ഒറാക്കിൾ ഇറക്കുന്ന ഡാറ്റാബേസിന്റെ പേര് ഒറാക്കിൾ തന്നെയാണ്, ഒറാക്കിൾ ഡാറ്റാബേസ് തന്നെയാണ് അതിന് പറയാം. ഈ ഡാറ്റാബേസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ ചിലപ്പോൾ DB എന്ന് വിളിക്കും കേട്ടോ, DB. അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാബേസിന്റെ പേര് മൈക്രോസോഫ്റ്റ് SQL സെർവർ തന്നെയാണ്. അതേപോലെ MySQL എന്ന് പറയുന്ന വേറെ ഡാറ്റാബേസ് ഉണ്ട്. അതേപോലെ പോസ്റ്റ്ഗ്രസ് എന്ന് പറയുന്ന PostgreSQL എന്ന് പറയുന്ന വേറെ ഡാറ്റാബേസ് ഉണ്ട്. MongoDB എന്ന് പറയുന്ന വേറെ ഡാറ്റാബേസ് ഉണ്ട്. കോസ്മോസ് DB എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡാറ്റാബേസസ് ഉണ്ട്. ഓക്കെ. Neo4j അങ്ങനെയുള്ള ഒരുപാട് ഡാറ്റാബേസസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ഡാറ്റാബേസ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേർഡ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് ആണ്. ഡിഫറെന്റ് കമ്പനീസ് ഇറക്കുന്ന ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് ആണ്. പക്ഷെ എല്ലതും ഉള്ളത് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഡാറ്റാബേസിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പൊ നമുക്ക് ഈ ഡാറ്റാബേസ് എന്നുള്ളത് എന്താന്നുള്ളതും എന്തുകൊണ്ടാണ് ഡാറ്റാബേസ് ആവശ്യം എന്നുള്ളതും ഞാൻ പറഞ്ഞു. ഈ സ്ട്രക്ചേർഡ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് സേവ് ചെയ്യാനും കഴിയില്ല. അതേപോലെ അതിനേക്കാളും മെയിൻ പ്രശ്നം ആ ഡാറ്റ നമുക്ക് ക്വിക്കായിട്ട് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഡാറ്റ കണക്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ഡാറ്റകൾ കണക്ട് ചെയ്തിട്ട് റിട്രീവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ഡിഫറെന്റ് ഡാറ്റാബേസസ് ഉണ്ട്. ഒറാക്കിൾ ഡാറ്റാബേസ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് SQL, MySQL ഉണ്ട്, പോസ്റ്റ്ഗ്രസ് ഉണ്ട്, MongoDB, കോസ്മോസ് DB, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഒരുപാട് ഡാറ്റാബേസസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് രണ്ട് കാറ്റഗറി ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്ത സെഷനിൽ നോക്കും. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ഡാറ്റാബേസസിന്റെ ലിസ്റ്റ്. ഡാറ്റാബേസിന്റെ എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു.